നമസ്കാരം. കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നേരെയുണ്ടായ ആ ഒരു വധശ്രമത്തിൽ അദ്ദേഹത്തിന് രക്ഷകനായി മാറിയ സുരക്ഷാഭടനെക്കുറിച്ചാണ് ഇപ്പോൾ ലോകം ചർച്ച ചെയ്യുന്നത്. ഇയാളുടെ പേരോ മറ്റ് വിശദാംശങ്ങളോ ഒന്നും തന്നെ ഇനിയും പുറത്തുവിട്ടിട്ടില്ല. പക്ഷേ സ്വന്തം ജീവനും തൃണവൽക്കരിച്ചുകൊണ്ടാണ് ഇയാൾ അമേരിക്കൻ പ്രസിഡൻ്റെ ജീവൻ രക്ഷിക്കാനായി ശ്രമിച്ചത്. വൈറ്റ് ഹൗസിലെ കറസ്പോണ്ടൻസ് ഡിന്നർ മീറ്റിനിടയിലാണ് തോക്കുമായി ഈ ഒരു മനുഷ്യൻ അവിടെ എത്തുകയും ആക്രമണം നടത്തുകയും ചെയ്തത്. വെടിവെച്ച് ബഹളമൊക്കെ കേട്ട് അവിടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ തന്നെ നാലുപാടും ഓടുന്നതായിട്ട് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അതേസമയം ഡൊണാൾഡ് ട്രംപിനെ രക്ഷിക്കാനാണ് ഈ ഒരു സുരക്ഷാ ഭടൻ ശ്രമിച്ചത്. അദ്ദേഹം വളരെ പെട്ടെന്ന് തന്നെ ഡൊണാൾഡ് ട്രംപിന് മുന്നിൽ നിന്ന് ഒരു കവചമായി മാറി നിന്നുകൊണ്ടാണ് അദ്ദേഹത്തെ ഈ വെടിവെപ്പിൽ നിന്ന് രക്ഷിച്ചത്. ഇപ്പോൾ ഗൂഗിൾ ഉൾപ്പെടെയുള്ളവരെല്ലാം തന്നെ ഈ വ്യക്തി ആരാണ് എന്നാണ് എല്ലാവരും അന്വേഷിക്കുന്നത്. പക്ഷേ അമേരിക്കയുടെ ഒരു രീതി അനുസരിച്ച് ഇയാളുടെ പേരോ മറ്റ് വിശദാംശങ്ങളൊന്നും തന്നെ ഇനിയും പുറത്തുവിട്ടില്ല. എങ്കിൽ പോലും സ്വന്തം ജീവനെ അവഗണിച്ചുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ജീവൻ രക്ഷിക്കാൻ ശ്രമിച്ച ഈ അജ്ഞാതനായ ഭടൻ തന്നെയാണ് ഇപ്പോൾ ലോകത്ത് ഹീറോയായി മാറിയിരിക്കുന്നത്. കോൾ അലൻ എന്ന കാലിഫോർണിയക്കാരനാണ് ഈ ആക്രമണം നടത്തിയത്. ഏതായാലും അയാളെ പിന്നീട് പോലീസ് കീഴ്പ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ രണ്ടാം തവണ അമേരിക്കൻ പ്രസിഡന്റായി മാറിയ ഡൊണാൾഡ് ട്രംപിന് നേരെ നടക്കുന്ന ഈ നിരന്തര വധശ്രമങ്ങളിൽ അമേരിക്കയിലാകെ വ്യാപകമായ തോതിൽ തന്നെ ഉത്കണ്ഠ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ലോകത്തെ ഏറ്റവും സുരക്ഷാ സംവിധാനങ്ങളുള്ള വ്യക്തിയാണ് അമേരിക്കൻ പ്രസിഡന്റ് എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. പക്ഷേ ഇവിടെ ഇങ്ങനെ ഒരു അക്രമി ഈ ഹാളിലേക്ക് കയറി വന്ന് വെടിയുതിർത്തു എന്ന് പറയപ്പെടുന്നത് വലിയ തോതിലുള്ള സുരക്ഷാ വീഴ്ചയാണ് എന്നാണ് കരുതപ്പെടുന്നത്. ഒരുപക്ഷെ സുരക്ഷയെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ പേരിലൊക്കെ തന്നെ നടപടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഡൊണാൾഡ് ട്രംപ് ആകട്ടെ ഈ ആക്രമണം നടന്നതിന് തൊട്ട് പിന്നാലെ തന്നെ വാർത്താസമ്മേളനം നടത്തുകയും ഇത് തന്നെ ലക്ഷ്യമിട്ട് തന്നെ വധിക്കാനായി നടത്തിയ ശ്രമമാണ് എന്ന് ആരോപിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സേത്ത്, സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ, അതുപോലെ അമേരിക്കയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മാധ്യമപ്രവർത്തകർ, നയതന്ത്ര പ്രതിനിധികൾ എല്ലാവരും ഉള്ള ഒരു ചടങ്ങിലേക്കാണ് ഈ അക്രമി തോക്കുമായി എത്തിയത് എന്നുള്ള കാര്യം ഏവരെയും ഇപ്പോഴും അമ്പരപ്പിച്ചിരിക്കുകയാണ്. അതേസമയം വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്കൻ പ്രസിഡൻ്റായിരുന്ന റൊണാൾഡ് റീഗന് ഇതേ സ്ഥലത്ത് വെച്ച് തന്നെയാണ്, ഇതേ ഹോട്ടലിൽ വെച്ച് തന്നെയാണ് വെടിയേറ്റത് എന്നുള്ള കാര്യവും ഇപ്പോഴും പലരും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ചുരുക്കത്തിൽ അമേരിക്കൻ പ്രസിഡന്റുമാർക്ക് ഈ ഒരു വേദി ഒരുപക്ഷെ ദൗർഭാഗ്യത്തിൻ്റെ വേദിയായി മാറിക്കഴിഞ്ഞു എന്നാണ് പലരും സമൂഹ മാധ്യമങ്ങളിൽ കുറിക്കുന്നത്. അന്ന് റൊണാൾഡ് റീഗനെ രക്ഷിച്ചത് ടീം മെക്കാർത്തി എന്നറിയപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ ഒരു അംഗരക്ഷകനായിരുന്നു. അതേ അംഗരക്ഷകനോട് തന്നെയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ട്രംപിന് ജീവൻ രക്ഷിക്കാൻ ശ്രമിച്ച സുരക്ഷാ ഭടനെയും ആളുകൾ ഇപ്പോൾ തന്നെ ഉപമിക്കുന്നത്. ഏതായാലും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇത് അങ്ങേറ്റം ഞെട്ടലുണ്ടാക്കിയിരിക്കുന്ന ഒരു വാർത്ത തന്നെയാണ്. ഡൊണാൾഡ് ട്രംപ് വീണ്ടും ഒരു വധശ്രമത്തിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിലും അദ്ദേഹത്തിന് നേരെ ആക്രമണം നടന്നിരുന്നു. അന്ന് ചെവിക്ക് അദ്ദേഹത്തിന് പരിക്കേറ്റിരുന്നു. പക്ഷേ ഈ ആക്രമണങ്ങളിൽ നിന്നെല്ലാം തന്നെ ഡൊണാൾഡ് ട്രംപ് അത്ഭുതകരമായി രക്ഷപ്പെടുന്നു എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അമേരിക്കൻ പ്രസിഡൻ്റായിരുന്ന ജോൺ എഫ് കെന്നഡി പോലും അദ്ദേഹം തുറന്ന വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോഴായിരുന്നു അന്ന് വെടിയേറ്റ് മരിച്ചത്. റൊണാൾഡ് റീഗന് നേരെ വധശ്രമം നടന്നു. അദ്ദേഹം ദീർഘകാല ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. പക്ഷേ ഡൊണാൾഡ് ട്രംപിനെ ആകട്ടെ ആർക്കും തന്നെ ഇനിയും വധിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് തന്നെയാണ് ട്രംപിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിലൊന്ന്. അദ്ദേഹം വളരെ അത്ഭുതകരമായി തന്നെയാണ് എല്ലാ വധശ്രമങ്ങളിൽ നിന്നും രക്ഷപ്പെടുന്നത് എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഏതായാലും പ്രസിഡൻറ്റിൻ്റെ ജീവൻ രക്ഷിച്ച ഈ അംഗരക്ഷകന് രാജ്യം ഒരുപക്ഷെ സൈനിക ബഹുമതികൾ നൽകാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയുകയില്ല. ഏതായാലും സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ ഈ അജ്ഞാതനായ സൈനികൻ അല്ലെങ്കിൽ അജ്ഞാതനായ ഈ സുരക്ഷാ ഭടൻ ഇപ്പോൾ വൈറലായി മാറിയിരിക്കുകയാണ്.